ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. വേറൊന്നല്ല, നമുക്കിപ്പം സിംഗുലറും പ്ലൂറലായിട്ട് കുറെ ഫ്രേസസ് നമുക്കറിയാം. സിംഗുലർ ഏതാണ് പ്ലൂറൽ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാറ്. അപ്പൊ ഇവിടെ ഒരുപാട് ഫ്രേസസുകൾ സിംഗുലർ ആണ്, പക്ഷെ അത് പ്ലൂറൽ സബ്ജക്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഫ്രേസസ് യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസുകളാണ് വളരെ കൺഫ്യൂഷൻ വരുത്തുന്ന ഫ്രേസസ് ആണ്. അപ്പൊ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം, അതിന്റെ കൂടെ നമ്മൾ എന്താണ് ഓക്സിലറി ആയിട്ട് യൂസ് ചെയ്യേണ്ടത്, ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അവസാനം നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസുകളും തരാം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. എല്ലാവരും തയ്യാറാണെന്ന് പറയാറുണ്ട്. എല്ലാവരും തയ്യാറാണ്. ഈ എല്ലാവരും എന്ന് പറയാൻ വേണ്ടിട്ട് എവ്രി വൺ എന്നാണല്ലോ നമ്മൾ യൂസ് ചെയ്യാറ്. എവ്രി വൺ ഈസ് റെഡി എന്നാണ് പറയുന്നത്. അവിടെ ഈസ് എന്നുള്ള ഓക്സിലറി ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് എവ്രി വൺ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. എവ്രി വൺ ഈസ് റെഡി. എല്ലാവർക്കും ടിക്കറ്റ് ഉണ്ട്. എല്ലാവർക്കും ടിക്കറ്റ് ഉണ്ട്. ഇവിടെ എല്ലാവരും എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകളാണ് അല്ലെ. എവ്രി വൺ ഹാസ് എ ടിക്കറ്റ്. എവ്രി വൺ ഹാസ് എ ടിക്കറ്റ്. ഹാസ് സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണല്ലോ. എവ്രി വൺ ഹാസ് എ ടിക്കറ്റ്. ഒരു ക്ലാസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചേഴ്സ് പറയാറുണ്ട്, ആർക്കോ ഉത്തരം അറിയാം അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീച്ച് നടക്കുന്ന സമയത്ത്, ഇപ്പം ഒരുപാട് ഓഡിയൻസ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ആർക്കോ ഉത്തരം അറിയാം അല്ലെ. എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കോ എന്ന് പറയുമ്പോഴും അവിടെ ഒരുപാട് ആളുകളാണല്ലോ നമ്മൾ കണക്കാക്കേണ്ടത്. പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് ഏതാണ്? സംബഡി നോസ് ദ ആൻസർ. സംബഡി നോസ് ദ ആൻസർ. നോസ് എന്ന് യൂസ് ചെയ്യുന്നത് സിംഗുലറിന്റെ കൂടെയാണ്. സംബഡി നോസ് ദ ആൻസർ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അവസാനം നമുക്ക് മൊത്തത്തിലൊന്ന് പറയാം. ഓക്കെ, ആരോ വാതിലിനരികിലുണ്ട്. ആരോ വാതിലിനരികിലുണ്ട് അല്ലെ. ഇവിടെ ആരോ എന്നുള്ളതാണ്. someone is at the door. someone is at the door. ആരോ വാതിലിനരികിലുണ്ട്. ആർക്കും ഇവിടെ വരാം അല്ലെ. ആർക്കും ഇവിടെ വരാം. anyone is welcome here. anyone is welcome here. ഇവിടെ is ആണ് യൂസ് ചെയ്ത്. അപ്പൊ anyone എന്നുള്ളതും ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. എങ്ങനെ പറയാം? എനിബഡി ഹാസ് ദ റൈറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. എനിബഡി ഹാസ് ദ റൈറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. ആർക്കും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ആരും പൂർണ്ണരല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പെർഫെക്റ്റ് അല്ല എന്ന് പറയാറുണ്ടല്ലോ നമ്മള്. നോ വൺ ഈസ് പെർഫെക്റ്റ്. നോ വൺ ഈസ് പെർഫെക്റ്റ്. അപ്പൊ അവിടെ നോ വൺ, അതിന്റെ കൂടെയും ഈസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അവൻ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അവൻ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഇവിടെ സബ്ജക്റ്റ് അവനാണെങ്കിലും ആർക്കും എന്ന് പറയുമ്പം കുറേ ആളുകൾ അല്ലെ, നമുക്ക് ആർക്കും എന്നുള്ളതാണ്. നോബഡി നോസ് വേർ ഹി വെന്റ്. നോബഡി നോസ് അല്ലെ. നോസ് സിംഗുലർ ആണ്. നോബഡി നോസ് വേർ ഹി വെന്റ്. ഓക്കെ, ഓരോ വിദ്യാർത്ഥിക്കും ഒരു നോട്ട്ബുക്ക് ഉണ്ട്. ഓരോ വിദ്യാർത്ഥിക്കും ഒരു നോട്ട്ബുക്ക് ഉണ്ട്. ഈച്ച് സ്റ്റുഡന്റ് ഹാസ് എ നോട്ട്ബുക്ക്. അപ്പൊ ഈച്ച് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഈച്ച് സ്റ്റുഡന്റ് ഹാസ് എ നോട്ട്ബുക്ക്. ഓരോ കളിക്കാരനും തയ്യാറാണ്. ഓരോ കളിക്കാരനും തയ്യാറാണ്. ഒരുപാട് കളിക്കാരിങ്ങനെ നിൽക്കുകയാണ്. ഓരോ കളിക്കാരനും തയ്യാറാണ്. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഈസ് റെഡി. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഈസ് റെഡി. ഓക്കെ, ഉത്തരങ്ങളിൽ ഒന്നും ശരിയല്ല. ഉത്തരങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്തരം ഉണ്ടല്ലോ, അതിലൊന്നും ശരിയല്ല എന്നെങ്ങനെ അറിയാം? Neither of the answers is correct. Neither of the answers is correct എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പെൺകുട്ടികളിൽ ഓരോരുത്തർക്കും ഒരു സൈക്കിൾ ഉണ്ട്. പെൺകുട്ടികളിൽ ഓരോരുത്തർക്കും ഒരു സൈക്കിൾ ഉണ്ട്. എങ്ങനെ പറയാം? Each of the girls has a bicycle. Each of the girls has a bicycle. Okay. വിദ്യാർത്ഥികളിൽ ഓരോരുത്തരും ഹാജറുണ്ട് അല്ലെങ്കിൽ ഹാജറാണ്. വിദ്യാർത്ഥികളിൽ ഓരോരുത്തരും ഹാജറാണ്. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലാണ് നമ്മൾ കേൾക്കുമ്പോൾ അല്ലെ. വിദ്യാർത്ഥികളിൽ ഓരോരുത്തരും ഹാജറുണ്ട് അല്ലെങ്കിൽ ഹാജറാണ്. എവ്രി വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് പ്രസന്റ്. എവ്രി വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് പ്രസന്റ്. ഓക്കെ, അധ്യാപകരിൽ ഒരാൾ എത്തിയിട്ടുണ്ട്. അധ്യാപകരിൽ ഒരാൾ എത്തിയിട്ടുണ്ട്. വൺ ഓഫ് ദ ടീച്ചേഴ്സ് ഹാസ് അറൈവ്ഡ്. വൺ ഓഫ് ദ ടീച്ചേഴ്സ് ഹാസ് അറൈവ്ഡ്. ഹാസ് അറൈവ്ഡ് അതായത്
അധ്യാപകരിൽ ഒരാൾ എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ വൺ ഓഫ് അല്ലെ, വൺ ഓഫ് ദ ടീച്ചേഴ്സ്, ഇവിടെ ഫസ്റ്റ് ഫ്രേസസ് നമ്മൾ നോക്കേണ്ടത് വൺ ഓഫ് ദ ടീച്ചേഴ്സ് ഹാസ് അറൈവ്ഡ്. ഈ രണ്ട് കാറുകളിൽ ഒന്നും പുതിയതല്ല. ഈ രണ്ട് കാറുകളിൽ ഒന്നും പുതിയതല്ല. അപ്പൊ രണ്ട് കാറുകളിൽ ഒന്നും പുതിയതല്ല എന്ന് പറയുമ്പോൾ നൈദർ ഓഫ് ദ ടു കാർസ് ഈസ് ന്യൂ. നൈദർ ഓഫ് ദ ടു കാർസ് ഈസ് ന്യൂ. ഈ രണ്ട് കാറുകളിൽ ഒന്നും പുതിയതല്ല. നൈദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി കുറച്ച് പാസ്റ്റിൽ പറയുകയാണെങ്കിലോ, എല്ലാവരും സമയത്തെത്തി. എല്ലാവരും സമയത്തെത്തി. എങ്ങനെ പറയാ? എവ്രി വൺ അറൈവ്ഡ് ഓൺ ടൈം അല്ലേ? ഓൺ ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവ്രി വൺ അറൈവ്ഡ് ഓൺ ടൈം. എല്ലാവരും സമയത്തെത്തി. എല്ലാവരും പരീക്ഷ എഴുതി. പാസ്റ്റ് ആണ്. എല്ലാവരും. എവ്രി വൺ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. എവ്രി വൺ ടുക്ക് ദ എക്സാം. എല്ലാവരും പരീക്ഷ എഴുതി. ആരോ എന്നെ വിളിച്ചു. ആരോ നമ്മൾ അറിയാത്ത ആളാകുമ്പോൾ സംവൺ കോൾഡ് മീ. സംവൺ കോൾഡ് മീ. ആരോ എന്റെ പേന എടുത്തു, അല്ലെങ്കിൽ ആരൊക്കോ എന്റെ പേന എടുത്തു എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആരോ അല്ലെങ്കിൽ ആരൊക്കെയോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സംബഡി എന്ന് യൂസ് ചെയ്യുന്നത്. എന്റെ പേന എടുത്തു. സംബഡി ടുക്ക് മൈ പെൻ. സംബഡി ടുക്ക് മൈ പെൻ. ആരോ വാതിൽ തുറന്നു. ആരോ വാതിൽ തുറന്നു. സംവൺ ഓപ്പൺ ദ ഡോർ. സംവൺ ഓപ്പൺ ദ ഡോർ. ഇനി ആർക്കും ഉത്തരം അറിയില്ലായിരുന്നു. ആർക്കും ഉത്തരം അറിയില്ലായിരുന്നു. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ. ആർക്കും ഉത്തരം അറിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ സംവണും സംതിങ്ങും എനിത്തിങ്ങും ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറയാറുണ്ട് എനിത്തിങ് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യനിലൊക്കെയാണ് യൂസ് ചെയ്യുക. എന്നതുപോലെ തന്നെയാണ് സംവണും അല്ലെങ്കിൽ സംബഡി, അതുപോലെ എനിവൺ, എനിബഡി യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയോ? നെഗറ്റീവിലും അതുപോലെ ക്വസ്റ്റ്യനിലൊക്കെയാണ് എനിബഡി, എനിവൺ ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആരോ, ആരോ, ആർക്കോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് സംബഡി, സംവൺ എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? ആർക്കും ഉത്തരം അറിയില്ലായിരുന്നു. നോബഡി ന്യൂ ദ ആൻസർ. പാസ്റ്റ് ആണല്ലോ. നോബഡി ന്യൂ ദ ആൻസർ. അവിടെ നോബഡി യൂസ് ചെയ്തു. എന്തുകൊണ്ട്? നെഗറ്റീവ് ആയതുകൊണ്ട്. ആരും എന്നെ സഹായിച്ചില്ല. ആരും, നോ വൺ അല്ലേ? നോ വൺ നെഗറ്റീവ് ആയതുകൊണ്ട് നോ വൺ ഹെൽപ്ഡ് മീ. നോ വൺ ഹെൽപ്ഡ് മീ. ആരും എന്നെ സഹായിച്ചില്ല. ഓരോ വിദ്യാർത്ഥിയും ഹാജരായിരുന്നു. കഴിഞ്ഞ കാര്യമാണ്. ഓരോ വിദ്യാർത്ഥിയും ഹാജരായിരുന്നു. ഈച്ച് സ്റ്റുഡന്റ് വാസ് പ്രസന്റ്. ഈച്ച് സ്റ്റുഡന്റ് വാസ് പ്രസന്റ്. ഓരോ കുട്ടിയും സന്തോഷവാനായിരുന്നു. ഓരോ കുട്ടിയും സന്തോഷവാനായിരുന്നു. എവ്രി ചൈൽഡ് വാസ് ഹാപ്പി. എവ്രി ചൈൽഡ് വാസ് ഹാപ്പി എന്നാണ് വന്നിട്ടുള്ളത് അല്ലെ? ഓരോ കുട്ടിയും എന്ന് പറയുമ്പോഴും ഇവിടെ സിംഗുലർ ആണ് നമ്മൾ പറയുന്നത്. ഓരോ കുട്ടിയും സന്തോഷത്തിലായിരുന്നു. ഈച്ച് ചൈൽഡ് വാസ് ഹാപ്പി. ആൺകുട്ടികളിൽ ഒരാൾ സമ്മാനം നേടി. ഇവിടെ ശ്രദ്ധിക്കുക, ആൺകുട്ടികളിൽ ഒരാൾ സമ്മാനം നേടി. ഒരുപാട് ആൺകുട്ടികളുണ്ട്, പക്ഷെ ഒരാളാണ് സമ്മാനം നേടിയത് അല്ലെ? വൺ ഓഫ് ദ ബോയ്സ് വോൺ ദ പ്രൈസ്. ആൺകുട്ടികളിൽ ഒരാൾ സമ്മാനം നേടി. അധ്യാപകരിൽ ഒരാൾ വൈകിയെത്തി. അധ്യാപകരിൽ ഒരാൾ വൈകിയെത്തി. വൺ ഓഫ് ദ ടീച്ചേഴ്സ് അറൈവ്ഡ് ലേറ്റ്. വൺ ഓഫ് ദ ടീച്ചേഴ്സ് അറൈവ്ഡ് ലേറ്റ്. വൺ ഓഫ് ദ എന്ന് പറയുന്നതും ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാട്ടോ. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. എല്ലാവരും പഠിക്കുകയാണോ? ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. എല്ലാവരും പഠിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ദേശ്, ഇവിടെ എല്ലാവരും എന്ന് പറയാൻ വേണ്ടിയിട്ട് എവ്രി വൺ ആണ്. ഡേഷ് എവ്രി വൺ സ്റ്റഡിയിങ്. ഡേഷ് എവ്രി വൺ സ്റ്റഡിയിങ്. എല്ലാവരും പഠിക്കുകയാണോ? അവിടെ ഓപ്ഷൻസ് ഞാൻ തരാം. ആറ്, ഈസ്, ഹാവ് എന്നുണ്ട്. ആറുണ്ട്, ഈസ് ഉണ്ട്, ഹാവ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇതിന് സ്യൂട്ട് ആയിട്ടുള്ള ഓക്സിലറി? അപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. വളരെ സിമ്പിൾ ആണ്. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.